പാക്കപ്പ് ചെയ്യാണ് ചെയ്തത്. അവർ ഞങ്ങളെ കവർ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം ഞങ്ങളെ കവർ ചെയ്തിട്ട് നിങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറുമെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവർ ഞങ്ങൾക്ക് നല്ല സേഫ്റ്റിയാണ് ഒരുക്കി തന്നത്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്നേഹവും അവരുടെ എന്താ പറയുക അവരുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. എങ്ങനെയായിരിക്കും ഈ അനുഭവം? ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ പഹൽഗാമിലെ ആദ്യത്തെ പോയിൻ്റ് കണ്ട് തിരിച്ചു വരുന്നതിനിടയിലാണ് ഡ്രൈവർക്ക് ഒരു കോള് വന്നു. പെട്ടെന്ന് ഞങ്ങൾ മടങ്ങുന്നതിനിടയിൽ വിഷയം എന്താണെന്ന് ചോദിക്കുമ്പോൾ സംസാരിക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെ ഞങ്ങളുടെ പാക്കേജിൻ്റെ ഭാഗമായ വാഹനത്തിൽ കയറിയതിന് ശേഷമാണ് വിവരങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോഴൊരു വെടിയേറ്റു എന്ന വിവരമാണ് നമ്മൾ അറിയുന്നത്. പിന്നീടാണ് ഇത്ര ഭീകരമായ ആക്രമണത്തിൻ്റെ ഭീകരതയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ കരഞ്ഞു നിൽക്കുന്നതൊക്കെ റോഡ് സൈഡിൽ ഞങ്ങൾ കാണുന്നുണ്ടായി. എന്തോ ഒരു സംഭവം നടന്നതായി നമുക്ക് തോന്നിയിരുന്നു. എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വാഹനത്തിൽ കയറിയതിന് ശേഷമാണ് സാധിച്ചത്. ഭീകരമായ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ അവിടുത്തെ നമ്മളുടെ ഗൈഡൊക്കെ ആയിരുന്ന ആളുകൾ അവർ പെട്ടെന്ന് തന്നെ അവർക്ക് നമ്മളെ സംബന്ധിച്ച് ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ നമ്മൾ കേട്ടത് വാർത്തയിൽ വായിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവർക്കിത് മനസ്സിലായിട്ടുണ്ടാകും. അവർ പെട്ടെന്ന് ഞങ്ങളെ പാക്കപ്പ് ചെയ്യാണ് ചെയ്തത്. അവർ ഞങ്ങളെ കവർ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം ഞങ്ങളെ കവർ ചെയ്തിട്ട് നിങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറുമെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവർ ഞങ്ങൾക്ക് നല്ല സേഫ്റ്റിയാണ് ഒരുക്കി തന്നത്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്നേഹവും അവരുടെ എന്താ പറയുക അവരുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനുശേഷം വല്ലാതെ പ്രയാസപ്പെട്ടു. കാരണം പെട്ടെന്ന് നമുക്ക് റൂമിലേക്ക് വരേണ്ടി വന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ ഏതാണ്ട് ഒരു 16 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ജമ്മു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടുത്തെ നാഷണൽ ഹൈവേ ബ്ലോക്ക് ആയതുകൊണ്ട് മുഗൾ റോഡ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടാണ് വന്നത്. രാവിലെ 5:30 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചില്ല. ഞങ്ങൾക്കൊന്ന് ഫ്രഷപ്പ് ആവാനൊക്കെ ഒന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ രാത്രി 9 മണിക്കാണ് ഞങ്ങൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഒരു ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ വന്നതൊക്കെ. പക്ഷെ വരുന്ന വഴിയിലൊക്കെ അവിടെയുള്ള ആളുകൾ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. എന്നാലും ഉള്ള ആളുകൾ അവിടെ വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകളെ മുഴുവൻ സഹായിക്കാനായിട്ടുള്ള അവിടുത്തെ ആളുകളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ഇപ്പോൾ ഞങ്ങൾ വന്ന വാഹനത്തിലെ ഡ്രൈവർ സഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സഫർ ഞങ്ങളോട് പറഞ്ഞത് അയാൾക്ക് 3 ടൂറിസ്റ്റ് ട്രിപ്പ് ഓൾറെഡി ക്യാൻസലായി ഈ ഒരു സംഭവത്തോടു കൂടി. അവിടെ ആയിരക്കണക്കിന് മലയാളികളുണ്ട്. ഞങ്ങൾ ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവരെ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബൈസൺ എന്ന് പറയുന്ന സ്ഥലത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര ആളുകളുണ്ട്. കാശ്മീരിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്. അപ്രതീക്ഷിതമായി ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും പാനിക്കായി. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളും ഫാമിലിയിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു സാഹചര്യം. പക്ഷേ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ അവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണം. കാരണം നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്ന പിന്നീട് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതും അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ ഈ ഭീകരവാദത്തിനെതിരാണ് യഥാർത്ഥത്തിൽ. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ നല്ല വിശ്വാസികളാണ്. അവർക്ക് അവരുടെ മതവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ അവർ കാശ്മീരിൻ്റെ കൂടെയാണ്, ഇന്ത്യയുടെ കൂടെയാണ്. ഞങ്ങൾ സംസാരിച്ച എല്ലാ ആളുകളും അവർക്ക് ഈ നാട് സമാധാനത്തോടു കൂടി നിലനിൽക്കണം. അവരൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം 2019 ശേഷം ഇത്തരമൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടുത്തെ ഞങ്ങൾക്ക് തോന്നിയൊരു പ്രധാന പ്രശ്നം, ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് പോകുന്ന വഴിയിലൊക്കെ ഒരു 50 മീറ്റർ ഡിഫറൻസിൽ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പെഹൽഗാമിൽ ഒരു സൈനിക സംവിധാനങ്ങളോ പെഹൽഗാം മേഖലയിൽ അവിടെ വലിയ തിരക്കാണ് വിനോദസഞ്ചാരികൾ. പക്ഷെ അവിടെ ഒരു സൈനികൻ ഒരു സംവിധാനം ഉണ്ടായില്ല. ഇത് പെട്ടെന്ന് അവിടെ എത്തി. പക്ഷേ നിമിഷ നേരം കൊണ്ട് സംവിധാനങ്ങളൊക്കെ അവിടെ എത്തി. പക്ഷെ അത് നേരത്തെ ഇല്ല. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എവിടെയും നമുക്ക് ഈ സൈനികരെ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ആ ട്യൂലിപ്പ് ഗാർഡൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മറ്റ് പല കേന്ദ്രങ്ങളിലും ധാരാളം പട്ടാളക്കാരുണ്ട്. പക്ഷേ ഈ പഹൽഗാമിൽ പട്ടാളക്കാരുടെ സാന്നിധ്യം ഈ ഇഷ്യൂ വരുന്നത് വരെ നമുക്ക് അങ്ങനെ കാണുമായിരുന്നില്ല. അതിനുശേഷം ധാരാളം പട്ടാളക്കാരായി. അപ്പോൾ അത് അവിടെ ഒരു മുൻകരുതലിൻ്റെ കുറവുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ.
എന്തായാലും മനീഷ്, അത് തന്നെയാണ് മുൻകരുതലിൻ്റെ ഒരു കുറവ് പെഹൽഗാം മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ തിരിച്ച് ശ്രീനഗറിലേക്ക് അടക്കം മടങ്ങുന്നത്. അതിൽ പ്രത്യേക കാര്യം ജമ്മു കാശ്മീരിലെ ജനതയുടെ ഒരു കാര്യം കൂടിയാണ്. അവർ ഇവർക്കൊപ്പം നിന്നു. ഈ വരുന്ന വഴികളിലടക്കം ബസ്സുകളിൽ വരുമ്പോഴും അതുപോലെ തന്നെ യാത്ര ചെയ്തു വരുമ്പോഴും അവർക്ക് വേണ്ടിയുള്ള വെള്ളവും അതുപോലെ തന്നെ മറ്റ് പിന്തുണയും നൽകിക്കൊണ്ട് ജമ്മു കാശ്മീർ ജനത കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് തന്നെയാണ് ഡൽഹിയിൽ മടങ്ങിയെത്തിയ മലയാളികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്.